പൊന്നപ്പാ ചേട്ടാ അയാളെവിടെ? എന്റെ ചേട്ടാ, അയാൾ ഇന്നലെ മദ്യപിച്ച് എന്തോ പിച്ചും പേയും പറഞ്ഞാന്ന് തോന്നണേ. അയാൾക്ക് ഒരു കുഴപ്പമില്ല, ചേട്ടൻ വെറുതെ പേടിച്ചതാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താൻ ഇതുവരെ റെഡി ആയില്ലേ? ഒരു സംശയം ചോദിച്ചോട്ടെ? ആ, ഫൂലൻ ദേവിയുടെ ഭർത്താവാരാ? അതാർക്കറിയാൻ പാടില്ലാത്തത്? ഫൂലൻ പി ദേവ്. ഉമേദ് സിംഗ്. എന്താ ജയേഷ് ഇങ്ങനെ ഒരു സംശയം വരാൻ? ഏയ് ഒന്നുമില്ല, വെറുതെ. ഒരു സംശയം കൂടി ഉണ്ട്. രാധികയുടെ ഭർത്താവാരാ? ഏയ്, ജയേഷിന് എന്ത് പറ്റി? എന്തൊക്കെയാ ചോദിക്കുന്നത്? അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. സമയം കുളിച്ചിട്ട് വാ. അയാള് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഇല്ല. പോയി കുളിച്ചിട്ട് വരാൻ. രാധികേ, ഓഹോ, ഇങ്ങനെ ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ? ഇന്നലെ രാത്രി കണ്ടതേ ഇല്ലല്ലോ. ഐ ആം സോറി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിപ്പോയി. എന്തോർക്കാതെ? അത്രയും വലിയ ബഹളം കേട്ടിട്ട് എണീറ്റില്ലേ? ബഹളോ? എന്ത് ബഹളം? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ചേച്ചി രാത്രി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. രാധികച്ചി രാത്രി മണിയറെ കയറിയപ്പോ കട്ടിലിനടിയിൽ ആരുടെ കാല് കണ്ടത്രേ. കാലോ? ആരുടെ കാല്? വെറുതെ തോന്നിയതാവും. ആര് വന്ന് കിടക്കാൻ ആ കട്ടിലിനടിയില്? തോന്നിയതാണോന്ന് അറിയില്ല. രണ്ട് കാലുകൾ കണ്ടത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്കത്തഴമ്പുള്ള പാദങ്ങളും മതിയുടെ അച്ഛതാ, ആകപ്പാടെ നൂൽവണ്ണത്തിലുള്ള കാല, അത് ഇനി വരച്ച പൊടിഞ്ഞു പോവും. ചാച്ചിക്ക് അറിയാഞ്ഞിട്ടാ. നമ്മൾ എന്തു പാവം ചെയ്താലും കാല് കഴിയാ അതോടെ തീർന്നു. ഒരാളിന്റെ വൃത്തി അയാളുടെ കാലിൽ നിന്നറിയാം. പല പ്രേമങ്ങളും തുടങ്ങുന്നത് തന്നെ കാലിൽ നിന്നല്ലേ? ശകുന്തലയുടെ കാലിലല്ലേ ഗർഭമുന കൊണ്ടത്? അയ്യോ, ഗർഭമുന അല്ലടാ, ദർഭമുന. അതെന്തൊരു മോനായാലും കൊണ്ടത് കാലിൽ തന്നല്ലോ. ഇതെന്തിനാ സാറേ തലയിൽ ആപ്പിൾ വയ്ക്കുന്നത്? ഫോട്ടോ എടുക്കാനാണോ? അതൊക്കെ പറയാം. നീ ശബ്ദിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത്. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. എന്ത് കളിയാണ് കളിക്കാൻ പോണത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്നലെ രാത്രി എന്റെ മണിയറയിൽ ആരാണ് വന്നത്? സത്യം പറഞ്ഞോണം. അയ്യോ, ഞാനല്ല, എനിക്കറിയില്ല. നീ അറിയാ നിന്റെ കാലങ്ങനെ എന്റെ കട്ടിലടിയിൽ വന്നടാ. സത്യമായിട്ട് ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ രണ്ട് കാലം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കാല് മാറുന്ന കാലല്ല, കളിപ്പണി കാണിക്കായില്ല. നിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കാലാടാ രാധിക കട്ടിന്റെ അടി കണ്ടതോ? ഇതെന്ത് ചോദ്യം? മണിയറെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജയകൃഷ്ണ സാറിന്റെ കാല് തന്നെ ആവും, അല്ലാതെ പിന്നെ അവിടെ അത് കാല് വരായ്യോ. സാറേ, എന്റെ നിന്റെ ചാരിത്രത്തിൽ സംശയിച്ചു ഈ സാറ്. എന്താ ഹരി ഇതൊക്കെ? അയ്യോ, സോറി. പിന്നെ ഞാനും എന്റെ ഭാര്യയും കട്ടിലിൽ കിടക്കുമ്പോ കട്ടിലിനടിയിൽ വന്ന് കിടക്കുന്നവനെ ഞാൻ വെറുതെ വിടണോ? വിടില്ല ഞാൻ, അതാരായാലും ഞാൻ വെറുതെ വിടില്ല. പൊന്നപ്പ കൈവിടിയല്ലേ. ഹരിനാരായണ, എന്താ ഇതൊക്കെ? നമുക്കൊന്ന് ആശുപത്രി പോയിട്ട് വരാം. എന്തിനാ? അസുഖം വന്നാ പിന്നെ ആശുപത്രി പോണ്ടേ ഹരിനാരായണ? അസുഖം? നിനക്കെന്താ അസുഖം? എനിക്ക് എന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ശരിയാ, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ നീ എന്റെ കട്ടിലടിയിൽ വന്ന് കിടക്കില്ലായിരുന്നല്ലോ. അത് തന്നെ. ഇനി വെച്ച് വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ ഇനിയും നീ രാധികയുടെ പുറകെ കാണുന്ന ഭ്രാന്ത് കാണിക്കും. പെട്ടെന്ന് റെഡി ആയിക്കോ. ഞാൻ ഒരു സത്യം പറയട്ടെ? എന്താ? അയാൾക്ക് വട്ടാ. ഒന്ന് കുഴിച്ചു മൂട്. ഞാൻ ജയേട്ടൻ വേഗം പോയി കുളിച്ചിട്ട് വരൂ. ഞാൻ ഹരിനാരായണന് വട്ടം എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചിട്ട് വരാം. ഈ വിവരം നീ ആരോടെങ്കിലും പറഞ്ഞ ഈ ഉണ്ട നിന്റെ തൊണ്ടേക്കേറ്റ് ഞാൻ. ഈ ഒരു കേസ് ജയിച്ചതിന്റെ പച്ചപ്പില ഞാൻ ഈ വീട്ടിലും നാട്ടിലൊക്കെ തല ഉയർത്തി പിടിച്ച് നടക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇറക്കിക്കൊണ്ടുന്ന ഒരു ഭ്രാന്തനെയാണെന്ന് അറിഞ്ഞ അതോടെ ഞാൻ എല്ലാവരുടെയും മുമ്പില് അയ്യോ ഒരു കോമാളിയായിട്ട് മാറും. ഇപ്പൊ 4-5 കേസ് കയ്യിലുണ്ട്, അതും പോവും. മാത്രമല്ല
ഒരു മുഴു ഭ്രാന്തന് വേണ്ടിയിട്ടാണ് രാധിക ജാമ്യം നിന്നിരിക്കുന്നതെന്ന് അറിഞ്ഞാ പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും മനസ്സമാനത്തോടെ കിടന്നുറങ്ങുവോ? എന്തിനാ എല്ലാവർക്കും വെറുതെ മനസ്സമാനക്കേട് ഉണ്ടാക്കുന്നത്? 3 മാസത്തേക്ക് അവനെ ജാമ്യത്തിലെടുത്തിരിക്കുന്നത്. അതുവരെ അനുഭവിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ചേട്ടാ, ചേട്ടൻ ഒറ്റയ്ക്കല്ല, ചേട്ടന് തുണയായി ചേട്ടന്റെ കൂടെ എപ്പോഴും ഈശ്വരനുണ്ടാവും. നീയും ഉണ്ടാവും കൂടെ. നീ വീട്ടിലൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ. ഇനി പോകാൻ പറ്റുമോ ഇല്ലയോന്ന് ആർക്കറിയാം? ഒരു മച്ചേരത്തെ സോപ്പിലായി പോയി. എന്താ ഒരു ശബ്ദം കേട്ടെ? നീ തോക്ക് എടുത്തോണ്ട് എവിടെ പോയതാ? അത് പിന്നെ അയ്യോ സോറി, പിന്നെ ഉന്നം നോക്കാൻ വേണ്ടി പോയതാ. ജയേട്ടൻ കുളിക്കായിരുന്നില്ലേ? അതെ, കുളിക്കുന്നവർക്ക് എന്താ ഉന്നം നോക്കിക്കൂടെ? കുളിച്ചോണ്ടിരിക്കുമ്പോ ഉന്നം നോക്കുന്ന എന്റെ ഒരു ശീല. എന്താ അച്യുതാ? ഇത് കണ്ടോ സാറേ, ഇവിടെ ഒരു കുഴി. ഇന്നലെ രാത്രി വരെ ഇവിടെ ഒരു കുഴിയേ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ആരെങ്കിലും വാഴ നടാൻ വേണ്ടി കുഴിച്ചായിരിക്കേ. അതിനെന്തിനാ അത്രയും നീളം? വാഴ കടത്തിയാണോ നടന്നത്? അയ്യോ, പിന്നെയും വെടി. ജയേട്ടാ, ഇന്നലെ രാത്രി ജയേട്ടൻ മാത്രല്ലേ പുറത്തുണ്ടായിരുന്നുള്ളൂ? എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം ജയേട്ടൻ വാഴ നടാൻ കുഴിയെടുക്കായിരുന്നോ? അല്ല, അത് പിന്നെ ഈ കുഴി ഞാൻ കുഴിച്ചൊന്നുമല്ല. ആരും കുഴിച്ചല്ലെങ്കിൽ പിന്നെ കുഴി താനേ ഉണ്ടായതായിരിക്കും. ആ ഇതതാ ഏത് പ്രതിഭാസം? പ്രതിഭാസോ? ആ പത്രങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? ചുവന്ന മഴ, മഞ്ഞ മഴ, കിണർ താനെ മൂടി പോവാ. ഇതിപ്പോ കുഴി താനെ മുളച്ച്. അയ്യോ സോറി. ബ്യൂട്ടിഫുൾ. ഇത് ഏതായി കാറ്? ഇപ്പൊ വാങ്ങിയതാ. 32 lakhs. എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ, നേരം വിളിക്കുന്നതിന് മുമ്പ് 32 ലക്ഷം രൂപ ചെലവാക്കിയോ? ഈ പോക്കുപോയി ഞാൻ പുലിവാലി പിടിക്കോ? നിന്റെ കൂടെ പേരിലാ വാങ്ങിച്ചിരിക്കുന്നത്. നീ വണ്ടി കയറി. അതെ, ആ ചാവി ഞാൻ ഓടിക്കാം. നോ അത് ശരിയാവില്ല. നീ ഇപ്പൊ നോർമൽ അല്ല. നോർമൽ അല്ലാത്ത നീ വണ്ടി ഓടിക്കുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിനകത്തിരിക്കും? ആ. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഡോക്ടർ റസിയുടെ ഹോസ്പിറ്റലിലേക്ക്. അവരല്ലേ നമ്മുടെ ഫാമിലി മെന്റൽ ഡോക്ടർ. ജയ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിനക്ക് അവളെ കല്യാണം കഴിച്ചൂടെ? ആരെ? ആ റസിയെ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. മതം ഒന്നും നോക്കണ്ട. എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വെച്ച് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആണോ? എന്നാ ഞാൻ നാളെ തന്നെ പൊന്നാനി പോയി ഒരു തൊപ്പിയും വെച്ചിങ്ങോട്ട് വരാം. എത്രയും പെട്ടെന്ന് വേണം. ഒരു കല്യാണം കഴിച്ചാ നിന്റെ എല്ലാ മാനസിക പ്രശ്നങ്ങളും തീരും. എന്റെ കാര്യം തന്നെ നോക്ക്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാ. രാധികയെ കെട്ടിയപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി ആരെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുണ്ടോ? ദൈവമേ, ഈ പ്രാന്തനാണല്ലോ വണ്ടി ഓടിക്കാൻ പോണത്. ആ, വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട് ഡോക്ടർ. ഒരു മാനസിക രോഗിയല്ല മറ്റാരും മണിയറയിൽ കട്ടിനടിയിൽ വന്ന് കിടക്കില്ല. ഇവൻ തന്നെ വന്ന് കിടന്നിരിക്കുന്നത്. ഞാനും രാധികയൊക്കെ ആയതുകൊണ്ട് ക്ഷമിച്ചു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാലല്ലേ അടിക്കായിരുന്നില്ലേ ഇട്ടണ്ടിയുടെ? ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ജയേഷ്ണ. ഇല്ല. എങ്കിൽ നല്ല കുട്ടിയായിട്ട് പുറത്തു പോയിരിക്കും. എനിക്ക് ഹരിനാരായണുമായിട്ട് കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. എന്താ ഡോക്ടർ? ഞാനൊരു കാര്യം ചോദിച്ചാ ഹരി സത്യം പറയൂ? ഞാൻ എന്തിനാ ഡോക്ടറോട് കള്ളം പറയുന്നത്? ഒരു പെൺകുട്ടിക്ക് ഹരിനാരായണ വലിയ ഇഷ്ടാ. ഇപ്പോ ഹരിയില്ലാതെ ജീവിക്കാനാവില്ലെന്ന അവസ്ഥയിലാണ് കക്ഷി. ആ കക്ഷി നിങ്ങളാണോ? അതെ. വേണ്ട, എന്നെ ആരും സ്നേഹിക്കണ്ട. ഒരാളുടെ മനസ്സിൽ ഒരാൾക്കേ സ്ഥാനമുള്ളൂ. എന്റെ മനസ്സിൽ രാധികയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവള് മാത്രം മതി എനിക്ക്. അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരാൻ ശ്രമിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. അയ്യേ, ഞാൻ ഹരിനാരായണ ഒന്ന് അളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ രാധിയെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നീ. ഇല്ല ഹരിനാരായണ, സത്യമായിട്ടും ഇല്ല. ദാ ഇത് കണ്ടോ, എന്റെ കല്യാണമാണ്. ഹരി വരണം, ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നീ വന്നേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ നിന്റെ പ്രശ്നമൊന്നും. നിന്റെ പ്രശ്നം ഇതല്ലേ? ഇതിലെന്താ പ്രശ്നം? നീ സ്നേഹിക്കുന്ന പെണ്ണിനെ വേറൊരുത്തൻ കെട്ടാൻ പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. അത് മനസ്സിലാക്കാനായിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ശരിയല്ലേ? ആ കറക്റ്റാ. പക്ഷേ റസിയയ്ക്ക് ഷാജഹാനെയാണ് ഇഷ്ടമെങ്കിൽ അവരല്ലേ ഒരുമിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ കയറി പ്രാന്ത് കാണിക്കുന്നത് ശരിയാണോ ഹരിനാരായണ? അത് ആണുങ്ങൾക്ക് ചേർന്നതാണോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിട്ടുകൊടുക്കുന്നവനല്ല, അവൾക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നവനാണ് പുരുഷൻ.
സ്നേഹിക്കുന്ന പെണ്ണിനെ വേറെ നോക്കിയാ നിനക്ക് സഹിക്കോ? എനിക്ക് സഹിക്കില്ല. എന്റെ രാധിക ആരെങ്കിലും നോക്കിയാ അവന്റെ കണ്ണു ഞാൻ ചുഴുതെടുക്കും. അതാടാ ഈ നെഞ്ചിനകത്ത സ്നേഹം. കുഴപ്പാണ് മോനെ. താനിപ്പോ വലിയൊരു പ്രശ്നത്തിന് നടുവില. ഈ സമയത്ത് സംയമനം പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ആ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ നമ്പ്യാരെ കാണണം. കാര്യങ്ങളൊക്കെ അയാളോട് പറയാം. ആ മോളെ, ജയകൃഷ്ണന് നീ പറയുന്ന അത്ര കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇല്ല അച്ഛ, എനിക്ക് ഉറപ്പാ ജയേട്ടന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കല്യാണത്തിന്റെ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ. രാധിക കുഞ്ഞു പറയുന്നതിലൊരു അല്പ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്കാർക്കും വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജയകൃഷ്ണന് മാനസികമായി ചെറിയ തകരാറുണ്ട്. ജയകൃഷ്ണൻ ഇപ്പോൾ ഡോക്ടർ റസിയുടെ ട്രീറ്റ്മെന്റിലാണ്. ഇത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. മനസ്സിന്റെ താളം ഒരിക്കൽ തെറ്റിയ പിന്നെ പ്രാർത്ഥിക്കുക. എല്ലാവരും അവന് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവനെ ഇവിടെ നിറക്കിക്കൊണ്ടു പോരെന്ന് ഞാൻ എത്ര വട്ടം കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ട് നീ കേട്ടോ? ഇനി നീ അനുഭവിച്ചോ? ദേ ഇത് കണ്ടോ? അവനെ സ്നേഹിച്ചതിന് അവനെനിക്ക് തന്ന സമ്മാനമാ. ഇതുപോലൊരു വെട്ട് വേറൊരിടത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാ കെട്ടിങ്ങിപ്പോവും. അതേതാ സ്ഥലം? വാ കാണിച്ചു തരാം. കണ്ടിരിക്കേണ്ട സ്ഥലമാ. അല്ല വാ. ഇതിനകത്തേക്ക് കൊണ്ടോണേ. എന്തത്? വൃത്തിയേട്ടവൻ. എന്താടാ? ആളവൻ താൻ. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. എടോ രവീന്ദ്ര, താൻ എന്തൊക്കെ കാണിക്കുന്നത്? ഉണ്ടാ, താനൊന്നും ഉണ്ടായിരിക്കണു. ഇവനെ ഒന്ന് ഇതൊന്നും കാണിച്ചാ പോരാ. എന്റെ പൊന്ന് രവീന്ദ്രേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലടാ, അതിബുദ്ധിയാ. സമാധാനമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്റെ അനിയനെ പുറത്തു കൊണ്ടുപോയി നീ മുഴുഭ്രാന്തനാക്കിയില്ലേ. ഇനിയിപ്പോ അവന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ട് തള്ളണമല്ലേ? നടക്കേലടാ, നടക്കേല. അയ്യോ അവന്റെ പണം മുഴുവൻ അവന് ഇഷ്ടമുള്ള പോലെ അവൻ തന്നെ ചെലവാക്കുന്നത്. അതിൽ നിന്നൊരു നയാ പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ. അവൻ നോർമൽ അല്ലെന്ന് തെളിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ലക്ഷങ്ങൾക്ക് താൻ തന്നെ സമാധാനം പറയേണ്ടി വരും. നീ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിലെടുത്ത് നാളെ കെടുത്തിയില്ലേ? കോടതി വീട്ടിലെ വക്കീലന്മാരെല്ലാം കൂടി നാടകമാടി എന്നെ നാറിയാക്കിയില്ലേടാ. ഇത് നിന്റെ പെമ്പർനോത്തി അടക്കം കോടതി വീട്ടിലെ എല്ലാ എണ്ണത്തിനെയും പ്രതിക്കൂട്ടി കയറ്റി നിർത്തി തോലി കുരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാട വക്കീലേ. ആ ഡോക്ടർ കൂടെ എന്നെ കൈയൊഴിയരുത്. എന്നെ രക്ഷിക്കണം. ഇനി ജയകൃഷ്ണനെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ. അവൻ ചിന്തകനും എഴുത്തുകാരനും മണ്ണാങ്കട്ടയും ഒക്കെ ആയിരിക്കും. പക്ഷേ മനസ്സിന്റെ താളം ഒരല്പം പിഴച്ചാൽ പിശാചിനേക്കാൾ ക്രൂരനാവും അവൻ. ദാ നോക്ക്, അവൻ വീഴ്ത്തിയ ചോരയുടെയും കാട്ടിക്കുട്ടി അക്രമങ്ങളുടെയും കണക്കും ചരിത്രമാണിത്. ഇനി ഇതൊക്കെ അരങ്ങേറാൻ പോകുന്നത് അവിടെയാണ്, തന്റെ കോടതി വീട്ടില്. സാർ, അവനെ തിരികെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല ജയകൃഷ്ണ. അവന് ഭ്രാന്തില്ലെന്ന് വിധിച്ചിരിക്കുന്നത് കോടതിയാ. ഇനി കോടതിയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോ മെഡിസിൻ കൊടുത്ത് അബ്നോർമൽ സ്റ്റേജിലാക്കിയിട്ടാണെങ്കിൽ അതേ ഉള്ളു ഇനി ഒരു മാർഗം. പക്ഷെ അതിനൊക്കെ ശ്രമിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവനെതിരെ കരുക്കൾ നീക്കുമ്പോ തനിക്ക് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വരും. അവനെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട് പറയാ.